നമസ്കാരം. ഇന്ന് നമ്മൾ മൂന്നാമത് ഒരു കാര്യം കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പഠിക്കുകയാണ്. ഡയബറ്റീസ് കൺട്രോളും അതുപോലെ തന്നെ കുടിവെള്ളവും തമ്മിലുള്ള ഒരു വലിയൊരു കണക്ഷൻ. ശരിക്കും ഡയബറ്റിസ് കൂടുന്ന സമയത്ത് പലരും ഡയബറ്റിസ് തിരിച്ചറിഞ്ഞത് തന്നെ ഭയങ്കര ദാഹം വരുന്നു, തൊണ്ടയുണങ്ങുന്നു, അതുപോലെ തന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂറിനേഷന് വേണ്ടി എണീക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടാണ്. അപ്പോൾ ഇത് ഡയബറ്റിസും നമ്മുടെ വെള്ളം കുടിയും തമ്മിലുള്ള ഒരു വലിയ ഡയറക്റ്റ് ലിങ്കാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ശരിക്കും നമ്മുടെ രക്തത്തിൽ ഷുഗർ ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൂത്രത്തിലൂടെ ഈ ഷുഗറിനെ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പുറന്തള്ളുമ്പോൾ നമ്മുടെ കിഡ്നി കൂടുതൽ വെള്ളം എടുക്കുകയും ശരീരത്തിലെ ജലാംശം വലിച്ചെടുത്ത് യൂറിനിലൂടെ ഈ ഷുഗറിനെ പുറത്ത് തള്ളുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടി കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കിഡ്നിക്ക് ലോഡ് കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിനകത്തെ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ദാഹിച്ചാലും ഇല്ലെങ്കിലും പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടത്രയും വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം മഴക്കാലമൊക്കെ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ദാഹമൊക്കെ കുറവായിരിക്കും. എന്നാലും നമ്മുടെ യൂറിൻ്റെ ഒരു കളർ നോക്കിയിട്ട്, യൂറിൻ ശരിക്കും നല്ല വൈറ്റ് ആകണം എന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു എന്നാണ് അതിനർത്ഥം. ഒരുപാട് ഡാർക്ക് യെല്ലോ കളറിൽ പോവുക, യൂറിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് സ്മെല്ലുണ്ടാകുക, ഇങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കുടിക്കുന്ന വെള്ളം കുറവാണ്. ഒരു ലൈറ്റ് യെല്ലോ കളറ് യൂറിൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ വെള്ളം കൂടി ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം, അത് ഓരോ ജോലി ചെയ്യുന്നവർക്ക് അനുസരിച്ച് വ്യത്യാസം വരും, എന്നാലും ഒരു 8 to 10 ഗ്ലാസസ് ആണ് അതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വെള്ളം കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അതിനകത്ത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ ഒരു 2 ഗ്ലാസ് കുടിച്ച് തീർക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ. രാവിലെ എണീക്കുമ്പോൾ ആ അസിഡിറ്റി ഒന്ന് മാറാനും ബൗൽ മൂവ്മെൻറ്റ് വളരെ സ്മൂത്ത് ആകാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ വെള്ളം കുടിക്കുമ്പോൾ വെറുതെ ഒരു വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മുടെ ഷുഗർ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിന് വേണ്ട ട്രേസ് എലമെൻറ്റും കൂടെ കിട്ടുന്ന രീതിയിൽ പ്രമേഹ ദാഹശമനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉലുവ, ആശാളി, ഞെരിഞ്ഞിൽ, വയൽച്ചുള്ളി, ഇതൊക്കെ ഒരു സെയിം അനുപാതത്തിൽ നമുക്ക് എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് കുടിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഉലുവ, ആശാളി, ഞെരിഞ്ഞിൽ, വയൽച്ചുള്ളി പോലുള്ള സാധനങ്ങളൊക്കെ ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മൈക്രോ എലമെൻസും ഉണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ നടക്കും, ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രിയൻസും കിട്ടും. അപ്പോൾ ഈ രീതിയിലൊരു പ്രമേഹ ദാഹശമനി ഉണ്ടാക്കി കുടിക്കുക. ഇനി അത് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതിനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നാച്ചുറൽ ഷുഗർ ഡ്രിങ്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട് ആയുഷ് ക്ലബ്ബ് ഒരു പ്രമേഹ ദാഹശമനിയാക്കി തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സിമ്പിളി ഒരു ദാഹശമനി തന്നെ, പക്ഷേ അത് ഡയബറ്റിസ് ഉള്ളവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ദാഹശമനിയാണെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലുണ്ടാക്കുക. ഇനി അതല്ല, അത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയുഷ് ക്ലബിൻ്റെ വോളണ്ടിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരും. അപ്പോൾ വാട്ടെവർ, ഇനി അത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്ന് തൊട്ട് അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുക. രാവിലെ ഒരു എണീക്കുമ്പോൾ 2 ഗ്ലാസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു ഗ്ലാസ്, ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്, ലഞ്ചിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ്, വൈകുന്നേരം ഒരു ഗ്ലാസ്, ഇങ്ങനെ അതിനെ ഒന്ന് 8 ഗ്ലാസ്സിനെ ഒന്ന് സെഗ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് അത് കുടിച്ചു എന്നും കൂടെ ഉറപ്പ് വരുത്തുക. 1-ാമത്തെ ദിവസം ചിലപ്പോൾ കുടിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും 2-3 ദിവസം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു മാറ്റങ്ങളാണ് നമ്മളുടെ ഡയബറ്റിക് റിവേഴ്സൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ഈ വെള്ളം കുടിക്കുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റുക.